പാചകവാതക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിനിടെയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കുത്തനെ ഉയർന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം ഹോട്ടൽ ഉൾപ്പെടെയുള്ള വ്യാപാര മേഖലകൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഹോട്ടൽ ഉടമകൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇത്രയും ഒരു വർധന പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല, ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് കാറ്ററിംഗുകാരെയും റെസ്റ്റോറൻറ്റുകാരെയും പ്രത്യേകിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മളൊരു മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഫേസ് ചെയ്യുന്നത് മെയിനായിട്ട് ഞങ്ങളെപ്പോലെ കാറ്ററേഴ്സ് ആയാലും ഹോട്ടൽ അസോസിയേഷനത്തെ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ഐറ്റംസിനൊക്കെ ഒന്നും കൂടെ വില കൂടുമോ? ഗ്യാസിനെക്കാട്ടും ഉപരി ഞങ്ങൾ അടുപ്പാണ് യൂസ് ചെയ്യുക, ചോറായാലും സാമ്പാറായാലും കറികളായാലും. പക്ഷേ ഞാൻ ജനറലായിട്ട് പറയാം, മൊത്തത്തിൽ ഇത് ബാധിക്കും, എല്ലാവർക്കും ഇത് ബാധിക്കും, എല്ലാവർക്കും ഇത് നല്ലതായിട്ട് എഫക്റ്റ് ആവേണ്ട സിറ്റുവേഷനാണത്. ഗ്യാസിൻ്റെ ക്ഷാമം, യുദ്ധം കാരണമുള്ള ക്ഷാമം തുടങ്ങിയല്ലോ. ആ സമയത്ത് തന്നെ പ്രൈവറ്റ് ഗ്യാസ് ഒരുപാട് വില കൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് പ്രൈവറ്റ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് ഈ ഗ്യാസ് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ അന്നേ നമുക്ക് അറിയായിരുന്നു, കാരണം ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ മാറി. അപ്പോൾ ഐറ്റംസിനൊക്കെ ഇനിയും കൂടെ ഒന്നും കൂടെ വില കൂടാൻ സാധ്യത ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും വില കൂട്ടാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു 100-200 അല്ല കൂടിയിട്ടുള്ളത്. ഇപ്രാവശ്യം കൂടിയിട്ടുള്ളത് അറിയാലോ, ഏകദേശം 1000 രൂപയ്ക്ക് ചില്ലറ കുറവുള്ളൂ. 1000 രൂപയ്ക്ക് ഒരു സിലിണ്ടറിൽ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. എനിക്ക് തോന്നുന്ന ഒരു 3-4 ഗ്യാസൊക്കെ മിനിമം ഉപയോഗിക്കുന്ന ഹോട്ടലുകളാണ്, ആവറേജ് ഹോട്ടലുകൾ തന്നെ. അപ്പം അത്ര തന്നെ ഒരു ദിവസം 4000 രൂപയുടെ വ്യത്യാസമൊക്കെ വരികയെന്ന് പറഞ്ഞാൽ നഷ്ടം സഹിക്കാൻ പറ്റില്ല. ഹോട്ടലിനെ സംബന്ധിച്ച് പൊതുവേ നമ്മളെല്ലാ ഓരോ സാധനങ്ങൾ കൂടുമ്പോൾ വില കൂട്ടൽ കുറയ്ക്കൽ നമുക്ക് പ്രാക്ടിക്കലല്ല. അപ്പോൾ നമ്മൾ ഏകദേശം വർഷത്തിലൊരിക്കലൊക്കെയാണ് സാധാരണ വില കൂട്ടാറുള്ളൂ. പരമാവധി പിടിച്ചു നിൽക്കും, തീരെ പറ്റാതാവുമ്പോൾ ഹൈക്ക് ചെയ്യും. ദിനം പ്രതി വർദ്ധിക്കുന്ന ചിലവുകൾക്കിടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം. ക്യാമറമാൻ റോയ്ക്കൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.